ഏട്ടനെയും ഞങ്ങളെയൊക്കെ വേദനിപ്പിച്ചിട്ട് ഇത് വേണോ മോളെ? മോളൊന്ന് ആലോചിച്ച് നോക്ക. എനിക്ക് ഏട്ടൻ ഇതിനെന്നെ കൊല്ലുവാണെ കൊന്നോട്ടെ, ഞാൻ ചത്തോളാം. മെല്ലെ പറയേ, ഇതൊന്നും ഏട്ടനോട് പറയാൻ നിക്കണ്ട. ഭ്രാന്ത് കയറി നിൽക്കുക. ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞോളാം. പിന്നെ പിന്നെ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചാ കുട്ടിക്ക് അങ്ങനെ ഒന്നുമില്ലാന്ന് പറഞ്ഞാ മതി. ശശിനെ ഒരുപാട് തല്ലിയോ എടുത്തി? എന്താ എന്താ അവള് പറഞ്ഞേ? ഒന്നുമില്ല, അവര് വെറുതെ മിണ്ടിന്നും പറഞ്ഞേ ഉള്ളൂ. ഇനി ഇതിനെ ചോദിച്ച് വെറുതെ ആ കുട്ടിക്ക് വാശി ഉണ്ടാക്കരുത്. എന്റെ കുട്ടിയെ നേരത്തെ ഏട്ടനോട് പറഞ്ഞാൽ പോരായിരുന്നോ? നുണയും കൊതിയും പറഞ്ഞു നടക്കുന്ന നായിന്റെ മോനൊന്നും പെങ്കൊച്ചൊന്ന് കുടി വളരുന്നതിന്റെ ബേജാററിയില്ല. പടക്കത്തിന് തീ കൊടുത്തിട്ട് മടി വെച്ച് നടക്കുന്ന പോലെയല്ലേ എപ്പോഴാ പൊട്ടണമെന്നറിയില്ല. എനിക്കറിയാം എന്റെ കുട്ടി അങ്ങനെ ഏട്ടന് ദണ്ണം കൊള്ളിച്ചിട്ടൊന്നും ചെയ്യില്ല എന്ന്. മോളെ, കേട്ടതൊക്കെ ശരിയാ. അവര് തമ്മിൽ ഇഷ്ടത്തിലാ. അവള് ശശിക്ക് വേണ്ടി ചാവാൻ പോലും മടിക്കില്ലത്ര. പിന്നെ നീ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ഇതറിയാണെങ്കിൽ പരമേട്ടൻ ആ ആശാരിച്ചക്കനെ കാണിച്ചതിനപ്പുറവും കാണിക്കാൻ മടിക്കില്ല. എപ്പോഴായാലും അവൻ അറിയില്ലേ? ഇപ്പൊ പറയണ്ടെന്നാ ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത്. എടാ, നീ അറിഞ്ഞോ? ഒക്കെ വെറുതെയാ. എന്റെ കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല. അവൻ മണത്ത് വെറുതെ പിന്നാലെ നടക്കുന്നേ ഉള്ളൂ എന്നവൾ പറഞ്ഞു. പറഞ്ഞു, ജഗദമ്മയോട് പറഞ്ഞു. അപ്പോഴത്തെ മൂച്ചിന് ഞാൻ ചോദിച്ച ഇടങ്ങേറാമെന്ന് പറഞ്ഞ് അമ്മാമ്മ എന്നെ കൊണ്ട് ചോദിപ്പിച്ചില്ല. അവന്റെ മനസ്സിൽ അങ്ങനെ പൂതി കാണും. പക്ഷെ എന്റെ കുട്ടി എനിക്ക് കിട്ടില്ല. ആ ചെക്കനെ കാലത്ത് ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടു. അവനും മറക്കാനും ഒഴിയാനും ഒന്നും തയ്യാറല്ല. പഴയ കാലമൊന്നുമല്ല. ഞാൻ ആലോചിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളായിട്ട് എന്തിനാ എതിര് പറയാൻ പോണത്? അവൻ ദേവാംശമുള്ളവനാ. ജാതിയിലവൻ മൂശാരി അല്ലെങ്കിലും വിശ്വകർമ്മ തന്നെയല്ലേ. ആലയെ നിർത്തി പണി പഠിപ്പിക്കണം. കണ്ണാടിക്കൂട്ട് പഠിക്കാൻ അവനെ ആ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. കോങ്ങാട്ട് മുത്തപ്പന്റെ മോഹം അതാണെങ്കിൽ അങ്ങനെ ആട്ടെ. ഇരിക്കുകയാണോ കുമാരേട്ട? ഉറങ്ങണില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം വരുന്നു. നീ ഉറങ്ങിക്കോ. നമ്മൾ ആശിച്ച പോലെ കല്യാണം നടക്കാത്തതുകൊണ്ട് നമുക്ക് ആ കൂട്ട് കിട്ടാൻ യോഗമില്ലാന്ന് കരുതി സമാധാനിക്കാം. കുമാരേട്ടന് നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ. നിന്റെ മനസ്സ് കുമാരേട്ടനെ കാണാൻ കഴിയൂ. നിന്നെപ്പോലെ എന്റെ കെട്ടിയോളും ഒരിക്കൽ ഒരുപാട് കണ്ണീര് കുടിച്ചതാ. അതുകൊണ്ട് പറയാ മോളെ, ആശുപത്രിയിൽ നിന്ന് വന്ന് നിന്നെ കാണാൻ നിന്നാ അവര് ശശിനെ കൊല്ലും. ഞാൻ കേട്ടതാ. നിനക്ക് വേറെ ചെക്കനെ അവര് കണ്ടുവെച്ച് കഴിഞ്ഞു. വേണമെങ്കിൽ നാളെയോ മറ്റന്നാളോ നിന്റെ മംഗലം അവര് നടത്തും. മണ്ടത്തരം പറയാതിരിക്കു കുട്ടി. നീ ചത്താ പിന്നെ ശശിക്ക് ആരാ ഉള്ളത്? അവൻ പിന്നെ ജീവിച്ചിരിക്കോ? അവരവനെ പട്ടിയെ പോലെ പെരുവഴിയിട്ട് കൊല്ലണത് നിനക്ക് കാണണോ മോളെ? ഞാൻ എന്താ വേണ്ടത്? ഈ കുമാരേട്ടൻ നിങ്ങളുടെ കൂടെ നിൽക്കും. എന്തിനും നീ അവന്റെ കൂടെ ഒളിച്ചോടാൻ തയ്യാറാണോ? എങ്കിൽ ഞാൻ അവനെ ആശുപത്രി പോയി വിളിച്ചോണ്ട് വരാം. നീ തയ്യാറാണോ? പരമേട്ടനോട് പറയാണ്ട് എന്നെ കാണാണ്ട് വന്ന പരമേട്ടൻ വിഷമിക്കും. നീ ശശിയെ കൂടെ ഒളിച്ചോടി പോവാന്ന് പറഞ്ഞ് ഒരു എഴുത്തെഴുതി വെച്ചോ. ആദ്യത്തിന് ദേഷ്യപ്പെടുന്നേ ഉള്ളൂ. പിന്നെ അവനെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. നിനക്ക് ശശിയുടെ കൂടെ പൊറുക്കണമെങ്കിൽ ഇതേ ഒരു മാർഗമുള്ളൂ. നീ എന്താ ഇത്ര ആലോചിക്കണത്? ശശിയോട് നിനക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല അല്ലേ? പാവം, നിനക്ക് വേണ്ടിയവൻ എത്ര അടിയിടിയും കൊണ്ടുപോകും. കരയണ്ട. കൂടെ പോവാൻ മനസ്സുണ്ട് വെച്ചാ രാത്രി ഞാൻ വന്ന് വിളിക്കാം. ഞാൻ അവന്റെ അടുത്ത് കൊണ്ടാക്കാം. വരണം. ഞാൻ വരാം. എഴുത്തെഴുതി വെക്കാൻ മറക്കണ്ട. രാത്രി വന്ന് ഞാൻ വിളിക്കാം. വയ്ക്കോ. എന്റെ പരമേട്ടന്
എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ശശി ഒരുപാട് സ്നേഹിച്ചു പോയി. എന്നെ ശപിക്കരുത്. ഞാൻ ശശിയോടൊപ്പം പോകുന്നു. ഏട്ടന്റെ സ്വന്തം ലക്ഷ്മി. കുമാര, വാടാ. എന്റെ കൈ കൊണ്ട് ചാകാനാ ഓടെ വിധി. ഓ, എന്നാലും മഹാപാപമായി പോടാ. അല്ല, ഓളെ കൊന്നുകൊണ്ട് അനക്കെന്താ പ്രയോജനം? നീ അറിഞ്ഞില്ലേ അമ്മാമ അവളെ ശശിക്ക് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു. ഓ, ഞാൻ നിൽക്കേണ്ട കാലം അയാളെ മൂടും താങ്ങി നടന്നത് വെറുതെ. ആലയും കൂട്ടും ആ ആശാരി ചക്കന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. അല്ല കുമാര, തൂങ്ങിച്ചത്താണെന്ന് പറഞ്ഞാലും നാളെ പോലീസ് വരും. ചിലപ്പോ സാക്ഷിയായ എന്നെ വിളിച്ച് ചോദിച്ചെന്നിരിക്കും. ഞാൻ എന്ത് പറയണം? നീ ഒന്നും കണ്ടില്ല എന്ന് പറയണം. അപ്പൊ ഞാൻ കണ്ടതോ? നീ എന്റെ കൂടെ നിൽക്കില്ലേ? നിക്കാം. പക്ഷേ ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. നീ എനിക്ക് എന്ത് തരും? നിനക്ക് എന്ത് വേണം? എന്തും ഞാൻ തരും. എന്തും? എന്തും. ആ, എനിക്ക് ഒരാളെ മംഗലം കഴിക്കണം. തുലോചനയല്ലേ? അത് ഞാൻ നടത്തി തരാം. ഛർദിച്ചത് പിന്നെ ആരെങ്കിലും ഭക്ഷിക്കോടെ കുമാര? ഓളെ അല്ല, നിന്റെ ഭാര്യയുടെ അനുജത്തി ജഗദമ്മേ. പറ്റുമോ എന്നെ കൊണ്ട്? പറ്റില്ലെങ്കിൽ ഇപ്പൊ പറയണം. കുമാര, നിന്റെ ജീവൻ ഇപ്പൊ എന്റെ കയ്യില, അത് മറക്കണ്ട. നീ എന്തിനാ ബേജാറാകുന്നത്? എടാ, ഞാൻ ജഗതെ കെട്ടിയ നമ്മളെല്ലാവരും കുടുംബക്കാരാവും. അപ്പൊ പിന്നെ എങ്ങനെയാടാ നിന്നെ എനിക്ക് കൊലമരത്തി കയറ്റാൻ മനസ്സ് വരിക? എല്ലാവർക്കും കൂടെ വിഷം വാങ്ങി തിന്നങ്ങൾ ചാവാം. മനുഷ്യന്മാരുടെ മുഖത്തെങ്ങനെ നോക്കും? കെട്ടിയവളെ ഇട്ടിട്ട് കണ്ടവളുടെ കൂടെ പോയ തന്തയുടെ സന്തതിയല്ലേ? ആ ഗുണം കാണിക്കാതിരിക്കുമോ? ചതിച്ചു. നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി തൂങ്ങി മരിച്ചു.